ഗൈസ്, അപ്പോൾ ബാംഗ്ലൂർ ഡേ 1 ഞങ്ങൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം HL എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ നിന്ന് ഇറങ്ങി സാം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നെൽമംഗലം. അപ്പോൾ അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ താമസിച്ച റൂമൊക്കെ ഉണ്ട്. നിസീം സാമ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ആയിരുന്നു 1 വർഷം. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലമൊക്കെ ഒന്ന് പോയി കാണാൻ, അവിടെയുള്ള ആൾക്കാരെ കാണാൻ പോവാണ്. പിന്നെ ഇന്ന് കുറേ പേരെ കാണാനുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ കാണാം. ഇതാണ് കബൺ പാർക്ക്, ബാംഗ്ലൂർ കബൺ പാർക്ക്. ഗൈസ്, ഇവിടെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ കാശ് കയ്യിൽ തരില്ല പറഞ്ഞോ? പൈസ അവര് കയ്യിൽ തരില്ല, അവരവിടെ വെക്കുകയുള്ളൂ. നമ്മളത് കയ്യിലെടുക്കുക. അല്ലാതെ നമുക്ക് നാട്ടിലെ പോലെ കൈ തരുന്ന ഇപ്പം ചില്ലറ കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് നമുക്ക് ചേഞ്ച് തരുവാണെങ്കിൽ തന്നെ അവര് കയ്യില് തരത്തില്ല. അവരോട് ഒന്നില്ലെങ്കിൽ അവര് ടേബിളിൽ വെക്കുകയുള്ളൂ. അതെങ്ങനെയാ കറക്റ്റ്? അല്ലെങ്കിൽ ഏത് ഷോർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്ട്സ് അവർ നമുക്ക് കയ്യിൽ തരില്ല. ബിക്കോസ് അത് അവരുടെ ബിലീഫ് എന്താന്ന് പറഞ്ഞാൽ അത് തന്നാല് നമ്മൾ ആർക്കാണ് അത് കൊടുക്കുന്നത് അവരായിട്ട് വഴക്കുണ്ടാവും, അടി ഉണ്ടാവും. പിന്നെ നെയില് കട്ടാക്കിയിട്ട് നമ്മൾ ഒരു സൈഡിൽ തന്നെ കളയണം. അത് അറിയാതെ താഴെ വീണാൽ അത് ആരെങ്കിലും ചവിട്ടിയാല് അവര് തമ്മിൽ വഴക്കുണ്ടാവും. ഇങ്ങനെ കുറെ ചെറിയ ചെറിയ സൂപ്പർസ്റ്റിഷൻസ്. നല്ല നല്ല ആചാരങ്ങളല്ലേ? എന്തിനു നല്ല ആചാരങ്ങൾ. JCB ഇതും അങ്ങനെ ഞങ്ങള് സാമന്യസിയൊക്കെ താമസിച്ച വീട്ടിലേക്ക് എത്തി. ഇവിടെ എവിടെ മേളിലായിരുന്നോ? ഈ സ്ഥലത്തിന്റെ പേര് അങ്ങനെ ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് കൊടുത്ത ആൻറ്റി ഞങ്ങൾക്ക് കന്നഡ സ്പെഷ്യൽ ഇഡ്ഡലി, ഇതെന്താ ചട്നി, ഇത് പായസം, സേമിയ. അപ്പോൾ ഇതാണ് ഇവർ താമസിച്ചൊരു വീടിൻ്റെ ഒരു സംഭവം. ഇവിടെ തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റിയാണത്. ബാംഗ്ലൂർ സ്പെഷ്യൽ ഗൈസ്, അങ്ങനെ ബാംഗ്ലൂർ സ്പെഷ്യൽ ചിക്കൻ കറീനെ സാമ്പാർ എന്ന് പറയണേ. ഇത് സാമ്പാർ, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ചേച്ചി ചേട്ടൻ കുമാറാണ് എൻ്റെ വീട്ടിലും സവിത ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കണേ. ഇവരുടെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ നെയ്ബേഴ്സ്
അപ്പോൾ എത്ര സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ സാധനങ്ങൾ. ചേച്ചി 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 താങ്ക് യു. അന്നാ താങ്ക് യു. ക്ഷീണിച്ചു ഗൈസ്. ഇത് കഴിക്കേണ്ടോട് വിടില്ല എന്നാണ് പറഞ്ഞത്. ബാക്കി വെക്കാൻ പാടില്ലല്ലേ? ഇവർക്ക് വിഷമവും. ഓൾറെഡി പറഞ്ഞാണ്, പക്ഷെ അവർക്ക് നീ ഇത് കഴിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഐസിനി അവശേഷിക്കുന്നു. അമ്മേനോട് പറയണം ഇങ്ങനത്തെ സാമ്പാർ വെക്കണമെന്ന്. കാരണം വീട്ടിലെ സാമ്പാറിലെ കഷ്ണങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല എന്ന് പറഞ്ഞു. അമ്മയോടത്തെ സാമ്പാറിലെ കഷ്ണങ്ങൾ ചിക്കൻ പീസാണ്. ഇവിടുത്തെ സാമ്പാർ ചിക്കൻ സാമ്പാറാണ്. അപ്പോൾ അമ്മക്ക് ഇത് സമർപ്പിക്കുന്നു. ഹലോ ഗൈസ്, ഫൈനലി ಫುಡ್ ಹೇಗಿದ್ದಾയിരുന്നു പറ. ಸೂಪರ್. ನಮ್ಮ ಕರ್ನಾಟಕ ಫುಡ್ ಹೇಗಿದೆ? ಕರ್ನಾಟಕ ಫುಡ್ ಹೇಗಿದೆ? ಹೇಗಿದೆ? ತುಂಬಾ ಚೆನ್ನಾಗಿದೆ. അതിന് ഉണ്ടാക്കിയാളെ കാണിക്കുന്നു. അവർ തുടച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും എനിക്ക് ഇപ്പോഴാണ് തീർന്നത്. അടിപൊളി ഫുഡാണ്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള ത്രാണിയില്ല. കഴിച്ചിട്ട് പോയാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. മെല്ലെ എണീക്കുക. യെസ്, ഫിനിഷ് ഗായ്സ്. അപ്പോൾ ഇത് സവിത ചേച്ചി, കുമാറണ്ണൻ. അപ്പോൾ ഇവരായിരുന്നു നമ്മളിന്ന് ഫുഡൊക്കെ തന്നത്. സാമിൻ്റെയും നിസിയുടെ നെയ്ബേഴ്സ്. അപ്പോൾ താങ്ക് യു ചേച്ചി, താങ്ക് യു ചേട്ടാ. ഇതാരാണ്? ഗൈസ് അങ്ങനെ ചർച്ച് സ്ട്രീറ്റിൽ അങ്ങനെ ഞങ്ങൾ ബ്രിഗേഡ് റോഡ് ചർച്ച് സ്ട്രീറ്റല്ലേ? ഓ ചർച്ച് സ്ട്രീറ്റിലോട്ട് വന്നു. ചർച്ച് സ്ട്രീറ്റല്ലേ? ഇതാണ് ബാംഗ്ലൂർ ചർച്ച് സ്ട്രീറ്റ്. ശനി ഞായറാണല്ലോ മെയിനായിട്ട്. ശനി ഞായറാണ് മെയിൻ ഇവിടെ വീക്കെൻഡ്സിൽ ആൾക്കാരും കടകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ആൾക്കാരുണ്ട്. ഉള്ളാരെ
ഇതാണ് ചർച്ച് സ്ട്രീറ്റിന്റെ ചർച്ച് അല്ലേ? ചർച്ച് സ്ട്രീറ്റിന്റെ Your destination is on the right. ഈ ചർച്ച് ഉള്ളതുകൊണ്ടാണല്ലോ ഈ സ്ട്രീറ്റിൽ ചർച്ച് സ്ട്രീറ്റ് എന്ന് പേര് വന്നത്.